അസ്സലാമലൈക്കും. സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കപ്പ് കേക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ കപ്പ് കേക്ക് ഉണ്ടാക്കുന്നതൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് മൈദപ്പൊടി ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു അര സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്താൽ മതി. കേക്കിനൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ടല്ലോ, അത്രയൊന്നും അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല കേട്ടോ. ഇനി ഈ മുട്ടയുടെ കൂടെ തന്നെ ഞാൻ ഒരു സ്പൂൺ വാനില എസൻസും പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ പൊടിയിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഇതിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു ബീറ്റർ വെച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് പോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്യുക. ഇപ്പോൾ ലൈക്കും ചെയ്യുന്നില്ല, ആരും വീഡിയോ കാണുന്നുമില്ല കേട്ടോ. എന്നാലും പിന്നെ നമുക്ക് വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഇടുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യുക. ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറേശ്ശെ ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. കപ്പ് കേക്കൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഞാനിന്ന് ഉണ്ടാക്കിയപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. ഇവിടെ മോള് കുറേ ദിവസമായി കപ്പ് കേക്ക് വേണമെന്ന് പറയുന്നത്, അതുകൊണ്ടാണ് അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തതും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബീറ്റർ മാറ്റി കൊടുത്ത് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ പൊടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നട്ട്സോ അല്ലെങ്കിൽ ട്യൂട്ടി ഫ്രൂട്ടി അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല, കാരണം മോള് വേണ്ടാന്ന് പറഞ്ഞത് കാരണമാണ് ഇട്ട് കൊടുക്കാത്തത്. ബാറ്റർ ഇപ്പോൾ നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ചെറിയ കപ്പ് ആണ് കേട്ടോ. ഇനി കപ്പിലേക്ക് കുറേശ്ശെ ഒരു 1/2 കപ്പായിട്ട് ഒഴിച്ചു കൊടുക്കാം. മോളടുത്ത് നിന്ന് കപ്പൊക്കെ വെച്ച് തരുന്നുണ്ട് കേട്ടോ. കപ്പ് കേക്കിനുള്ള ബാറ്ററി ഇതേപോലെ ടൈറ്റിലായിരിക്കണം കേട്ടോ, ലൂസാവാൻ പാടില്ല, എന്നാലേ കപ്പ് കേക്ക് റെഡിയായി കിട്ടുള്ളൂ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. ഇങ്ങനെ ഒഴിച്ചതിന് മുകളിലായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലൊരു ഭംഗി തന്നെ ആവും കേട്ടോ. ചെറിയൊക്കെ ഇട്ട് കൊടുത്താൽ, പക്ഷെ മോള് സമ്മതിക്കാത്തതുകൊണ്ട് ഞാനൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. മൊത്തത്തിൽ 9 കപ്പിലാണ് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതിൽ നിന്നും 5 ഞാൻ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്ന പോലെ പാത്രത്തിലൊരു തട്ട് വെച്ച് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ബാക്കി 4 ഞാൻ എയർ ഫ്രയറിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 10 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇതിൻ്റെ അടുപ്പത്ത് വെച്ചിട്ടുള്ള കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ലതുപോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൽ നിന്നും മാറ്റാം. 120 സെൽഷ്യസിൽ 10 മിനിറ്റാണ് എയർ ഫ്രയറിൽ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കേക്ക് നല്ലൊരു ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഇതിൽ നിന്നും മാറ്റാം. ഈ കേക്ക് കണ്ടപ്പോൾ അവൾക്ക് ചോക്ലേറ്റ് കേക്കും വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ഒരു മുട്ടയും 1/2 കപ്പ് മൈദയും പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് ബീറ്റ് ചെയ്തതിന് ശേഷം ഈ കപ്പിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്കും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. 2 കേക്കും നല്ലൊരു അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു. പിന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുമല്ലോ, അങ്ങനെ സ്കൂളില്ലാത്ത സമയത്തൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി തന്നെ ആയിരുന്നു.
പിന്നെ 4 മുകളിലായി ഞാൻ അവൾക്ക് ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ വിപ്പിംഗ് ക്രീമും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.